വചനം 25 വാക്കർത്ഥം. ഖുൽ, നീ പറയുക, ഇൻ അദ്രി, എനിക്കറിഞ്ഞുകൂടാ, ഞാൻ അറിയുകയില്ല. അഖരീബുൻ, സമീപമായതാണോ അടുത്തതോ, മാ തുഅദൂന, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്നത്, താക്കീതു ചെയ്യപ്പെടുന്നത്. അം യജ്അലു, അതോ ആക്കുമോ, അതല്ല ഏർപ്പെടുത്തുമോ, ലഹു റബ്ബി, അതിന് എൻ്റെ റബ്ബ്, അമദ, ഒരു ദീർഘമായ കാലാവധി. ഖുൽ ഇൻ അദ്രി അഖരീബും മാ തുഅദൂന അം യജ്അലു ലഹു റബ്ബി അമദ. പറയുക, എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന കാര്യം സമീപത്തുണ്ടാകുന്നതാണോ, അതല്ല എൻ്റെ റബ്ബ് അതിനു വല്ല ദീർഘമായ കാലാവധിയും ഏർപ്പെടുത്തുന്നതാണോ എന്ന്. വചനം 26 വാക്കർത്ഥം. ആലിമുൽ ഗൈബി, അദൃശ്യത്തെ അറിയുന്നവനാണ്. ഫലാ യുൽഹിറു, എന്നാൽ അവൻ വെളിവാക്കുകയില്ല, വെളിപ്പെടുത്തിക്കൊടുക്കുകയില്ല. അലാ ഗൈബിഹി, അവൻ്റെ അദൃശ്യത്തെപ്പറ്റി, അഹദൻ, ഒരാൾക്കും. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ. അദൃശ്യത്തെ അറിയുന്നവനത്രേ അവൻ, എന്നാൽ തൻ്റെ അദൃശ്യ കാര്യങ്ങളെപ്പറ്റി അവൻ ഒരാൾക്കും വെളിവാക്കിക്കൊടുക്കുന്നതല്ല. വചനം 27 വാക്കർത്ഥം. ഇല്ലാ മനിർത്തദ, അവൻ തൃപ്തിപ്പെട്ടു കൊടുക്കുന്നവർക്കല്ലാതെ, തിരഞ്ഞെടുത്തവരെയല്ലാതെ, മിർ റസൂലിൻ, വല്ല റസൂലും, ദൂതരിൽ നിന്ന്. ഫഇന്നഹു, ഇനി അദ്ദേഹമോ, എന്നാൽ അദ്ദേഹമാകട്ടെ, യസ്ലുക്കു, അവൻ പ്രവേശിപ്പിക്കും, ഏർപ്പെടുത്തും, മിൻ ബൈനി യദൈഹി, അദ്ദേഹത്തിൻ്റെ മുമ്പിലൂടെ, വമിൻ ഖൽഫിഹി, അദ്ദേഹത്തിൻ്റെ പിന്നിലൂടെയും, റസ്വദ, പാറാവുകാരെ, വീക്ഷിക്കുന്നവരെ. ഇല്ലാ മൻ ഇർതദാ മിർ റസൂലിൻ ഫഇന്നഹു യസ്ലുകു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസദാ. അവൻ തൃപ്തിപ്പെട്ടിട്ടുള്ള വല്ല റസൂലിനുമല്ലാതെ, എന്നാൽ അദ്ദേഹമാകട്ടെ, അദ്ദേഹത്തിൻ്റെ മുമ്പിലൂടെയും പിമ്പിലൂടെയും അവൻ പാറാവുകാരെ പ്രവേശിപ്പിക്കുന്നതുമാണ്. വചനം 28 വാക്കർത്ഥം. ലിയഅലമ, അവൻ അറിയുവാൻ വേണ്ടി, അൻഖദ്, ഉണ്ട് എന്ന്, അബ്ലഗു, അവർ എത്തിച്ചു, റിസാലാത്തി, ദൗത്യങ്ങളെ, റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ, വഅഹാത്ത, അവൻ വലയം ചെയ്യുകയും ചെയ്തിരിക്കുന്നു, പൂർണ്ണമായി അറിയുകയും ചെയ്തിരിക്കുന്നു. ബിമാ ലദൈഹിം, അവരുടെ അടുക്കൽ ഉള്ളതിനെ, വഅഹ്സ, അവൻ കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു, തിട്ടപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. കുല്ല ഷൈഇൻ, എല്ലാ വസ്തുവേയും, അദദ, എണ്ണം, എണ്ണത്താൽ. ليعلم أن قد أبلغوا رسالات ربهم وأحاط بما لديهم وأحصى كل شيء عددا. അവർ തങ്ങളുടെ റബ്ബിൻ്റെ ദൗത്യങ്ങളെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് അറിയുവാൻ വേണ്ടിയാണത്. അവരുടെ അടുക്കലുള്ളതിനെ അവൻ, അഥവാ അല്ലാഹു, വലയം ചെയ്യുകയും ചെയ്തിരിക്കുന്നു, പൂർണ്ണമായി അറിയുന്നു. അവൻ സർവവസ്തുവും എണ്ണം കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു. വചനം 25 മുതൽ 28 വരെയുള്ളതിൻ്റെ വിശദീകരണം. കഴിഞ്ഞ വചനങ്ങളിൽ ജനങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ച് ഉത്ബോധനം നൽകുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചു. ഈ വചനങ്ങളിൽ വീണ്ടും ചില കാര്യങ്ങൾ ഉത്ബോധിപ്പിക്കുവാൻ കൽപ്പിക്കുന്നു. അവിശ്വാസികൾ അനുഭവിക്കേണ്ടി വരുമെന്ന് താക്കീതു ചെയ്യപ്പെടുന്ന ശിക്ഷ
എത്ര കാലം കൊണ്ടാണ് സംഭവിക്കുക എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതിനെക്കുറിച്ചു മാത്രമല്ല, അദൃശ്യങ്ങളായ വിവരങ്ങളൊന്നും തന്നെ എനിക്കോ മറ്റോ അറിയുകയില്ല. അള്ളാഹു തൃപ്തിപ്പെടുന്ന അവൻ്റെ ദൂതന്മാർക്ക് അവൻ വല്ലതും അറിയിച്ചു കൊടുത്തെന്നുവരും. അങ്ങനെ അവൻ എനിക്ക് അറിയിച്ചു തന്നേക്കുന്ന കാര്യങ്ങളല്ലാതെ മറ്റ് അദൃശ്യങ്ങളൊന്നും എനിക്കറിയുകയില്ല. റസൂലുകൾക്ക് അവൻ അറിയിക്കുന്ന സംഗതികളാകട്ടെ അതിൽ ഒരു പ്രകാരേണയും യാതൊരു കൈകടത്തലോ മാറ്റത്തിരുത്തലോ സംഭവിക്കുവാൻ മാർഗവുമില്ല. കാരണം അവ വളരെ ഭദ്രവും സുരക്ഷിതവുമായിരിക്കും. അവരുടെ മുമ്പിലും പിമ്പിലും അവൻ കാവൽ ഏർപ്പെടുത്തിയിരിക്കും. വാർത്തയുമായി വരുന്നവരെക്കുറിച്ചും വാർത്ത എത്തിക്കപ്പെടുന്നവരെക്കുറിച്ചും എന്നുവേണ്ട സകല കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹു പരിപൂർണമായും സൂക്ഷ്മമായും അറിയുന്നതുമാകുന്നു എന്നൊക്കെയാണ് ഈ വചനങ്ങൾ മുഖേന പ്രഖ്യാപനം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നത്. 26 27 വചനങ്ങളിൽ നിന്ന് മൗലിക പ്രധാനങ്ങളായ ചില സംഗതികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സംശയത്തിനോ അന്യവ്യാഖ്യാനങ്ങൾക്കോ ഇടയില്ലാത്ത വിധം വ്യക്തമായ ഭാഷയിലാണത് അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നതും. 1. അദൃശ്യകാര്യങ്ങൾ അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. 2. അവൻ തൃപ്തിപ്പെട്ട റസൂലുകൾക്ക് അഥവാ ദിവ്യദൂതന്മാർക്ക് അല്ലാതെ അദൃശ്യകാര്യത്തെപ്പറ്റി അവൻ വെളിവാക്കി കൊടുക്കുകയുമില്ല. 3. റസൂലുകൾക്ക് അവ എത്തിച്ചു കൊടുക്കപ്പെടുന്നത് വളരെ ഭദ്രവും സുരക്ഷിതവുമായ നിലയിലായിരിക്കുകയും ചെയ്യും. അള്ളാഹു പറയുന്നു, വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. സൂറത്തുൽ ബഖറ 255. അവൻ്റെ അറിവിൽ നിന്ന് അഥവാ അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് യാതൊന്നിനെയും അവർ ആകാശഭൂമിയിലുള്ളവർ വലയം ചെയ്യുന്നില്ല. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്. സൂറത്തുൻ നംല് 65 വചനം. പറയുക, അല്ലാഹു അല്ലാതെ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരാരും അദൃശ്യകാര്യം അറിയുന്നതല്ല. ഖുൽ ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹി വലാ അഅലമുൽ ഗൈബ വലാ അഖൂലു ലക്കും ഇന്നി മലക്കുൻ ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ. സൂറത്തുൽ അൻആം 50 വചനം. പറയുക, അള്ളാഹുവിൻ്റെ ഖജനാക്കൾ എൻ്റെ അടുക്കലുണ്ടെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നില്ല. ഞാൻ അദൃശ്യകാര്യം അറിയുന്നതുമല്ല. ഞാൻ ഒരു മലക്കാണെന്നും നിങ്ങളോട് ഞാൻ പറയുന്നില്ല. എനിക്ക് വഹ്യ് നൽകപ്പെടുന്നതിനെയല്ലാതെ ഞാൻ പിൻപറ്റുന്നുമില്ല. ബുദ്ധി കൊണ്ടോ ബാഹ്യേന്ദ്രിയങ്ങൾ വഴിയോ അറിയുവാൻ കഴിയാത്തതും കാര്യകാരണബന്ധങ്ങൾക്കതീതമായതുമായ കാര്യങ്ങൾക്കാണ് അദൃശ്യകാര്യം അഥവാ അൽ ഗൈബ് എന്നു പറയുന്നത്. ഊഹിച്ചോ ഗണിച്ചോ ലക്ഷണം മുഖേനയോ പരിചയത്തെ അടിസ്ഥാനമാക്കിയോ യന്ത്രസാമഗ്രികൾ ഉപയോഗപ്പെടുത്തിയോ അറിഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്നും അദൃശ്യ ജ്ഞാനങ്ങളല്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇതിനെപ്പറ്റി സൂറത്തു ലുഖ്മാന്റെ അവസാനത്തിലും മറ്റും വിവരിച്ചിട്ടുള്ളത് ഓർക്കുക. അള്ളാഹു തൃപ്തിപ്പെട്ട റസൂലുകൾക്ക് മാത്രമേ അദൃശ്യങ്ങളിൽപ്പെട്ട വല്ല കാര്യങ്ങളും അവൻ അറിയിച്ചു കൊടുക്കുകയുള്ളൂവെന്ന് അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്നു. റസൂലുകൾ എന്നു പറഞ്ഞതിൽ പ്രവാചകന്മാരായ ദൈവദൂതന്മാരും അവർക്ക് ദൈവിക സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന മലക്കുകളും ഉൾപ്പെടുന്നു. അപ്പോൾ പ്രശ്നക്കാർ, ജ്യോത്സ്യന്മാർ, പിശാചുക്കൾ, അവരുടെ സേവകന്മാർ, മന്ത്രവാദികൾ എന്നുവേണ്ട പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും മഹാത്മാക്കളുമായ ആളുകളുമെല്ലാം തന്നെ അദൃശ്യകാര്യം അറിയാൻ കഴിയാത്തവരാണെന്ന് സ്പഷ്ടം. നബിമാർക്ക് പോലും അള്ളാഹു അറിയിച്ചു കൊടുത്തത് മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ താനും. അതെ, അള്ളാഹുവിൽ നിന്നുള്ള വഹ്യ് കൊണ്ടല്ലാതെ നബിമാർക്കും നബിമാരിൽ നിന്ന് കേട്ടറിഞ്ഞല്ലാതെ മറ്റുള്ളവർക്കും അദൃശ്യ വിവരം അറിയുവാൻ മാർഗമില്ല. അള്ളാഹുവിൽ നിന്ന് നബിമാർക്ക് സന്ദേശം അഥവാ വഹ്യ് എത്തിക്കുമ്പോൾ
മുമ്പിലൂടെയും പിമ്പിലൂടെയും പാറാവുകാരുണ്ടാകുമെന്നു പറഞ്ഞുവല്ലോ. ഈ പാറാവുകാർ മലക്കുകളായിരിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞിട്ടുള്ളതായി നിവേദനം വന്നിട്ടുണ്ട്. ഏതൊരു ഖുർആൻ വചനവും തന്നെ അള്ളാഹുവിൻ്റെ നബിയുടെ അടുക്കൽ എത്തുന്നതുവരേക്കും അതിനെ കാത്തും കൊണ്ട് അതിൻ്റെ കൂടെ 4 മലക്കുകൾ ഇല്ലാതെ അവൻ ഇറക്കിയിട്ടില്ല. ഇതിന് തെളിവായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ 2 വചനങ്ങൾ ഓതുകയും ചെയ്തു. റവാഹു ഇബ്നു മർദവിയ്യ. വഹ്യ് കൊണ്ടുവരുന്ന മഹാദൂതൻ ജിബ്രീൽ അലൈഹിസ്സലാം ആണല്ലോ. അദ്ദേഹത്തിൻ്റെ ഒന്നിച്ച് വേറെ 4 മലക്കുകൾ ഉണ്ടാകുമെന്നാണ് പാറാവുകാർ അഥവാ റസ്വദ എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ എന്ന് സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായും നിവേദനം വന്നിട്ടുണ്ട്. റവാഹു ഇബ്നു ജരീർ. ലിയഅലമ അൻ ഖദ് അബ്ലഗു, തങ്ങളുടെ റബ്ബിൻ്റെ ദൗത്യങ്ങൾ അവർ എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അറിയുവാൻ വേണ്ടി എന്ന വാക്യത്തിൻ്റെ ഉദ്ദേശ്യം ഒന്നിലധികം പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. പ്രവാചകന് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൗത്യങ്ങളെ ശരിക്കും എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് റസൂലിന് ബോധ്യപ്പെടുവാൻ വേണ്ടി എന്നുള്ളതാണ് അവയിൽ കൂടുതൽ ബലപ്പെട്ട അഭിപ്രായം. അല്ലാഹു സർവജ്ഞനും സർവശക്തനുമാണ്. വഹിയിൻ്റെ വാഹകനായ ജിബ്രീൽ ആകട്ടെ വിശ്വസ്തനും ശക്തനും അല്ലാഹുവിങ്കൽ പ്രത്യേക സ്ഥാനമാനമുള്ള ആളും. അമീനുൻ ദീ ഖുവ്വത്തിൻ ഇൻദദിൽ അർശി മക്കീൻ എന്നിരിക്കെ പിന്നെ എന്തിനാണ് വഹിയിൻ്റെ കൂടെ അത് കാത്തുരക്ഷിക്കുവാൻ ഒരു പാറാവു സംഘം? ദിവ്യലോകത്തുനിന്ന് ഭൗതിക ലോകത്തേക്കുള്ള അഥവാ ലോകസ്രഷ്ടാവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് സൃഷ്ടികളിൽ വച്ച് ഏറ്റവും ഉന്നതന്മാരായ പ്രവാചകന്മാരിലേക്കുള്ള വാർത്താമാർഗമാണല്ലോ വഹ്യ്. അതിൻ്റെ വാഹകന്മാരാണ് ആത്മീയ ജീവികളും പരിശുദ്ധരുമായ മലക്കുകൾ. അപ്പോൾ ആത്മീയ സൃഷ്ടികളിൽ നിന്നോ ഭൗതിക സൃഷ്ടികളിൽ നിന്നോ മാർഗമധ്യേ യാതൊരു ഇടപെടലും കൂടാതെ സുരക്ഷിതവും സുഭദ്രവുമായ നിലയിൽ അത് യഥാസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് അങ്ങേയറ്റം ഉറപ്പുവരുത്തലാണ് അതിൻ്റെ ഉദ്ദേശ്യം. അതാണ് ഈ വാക്യത്തിൽ ചൂണ്ടിക്കാട്ടപ്പെട്ടിരിക്കുന്നതും. കൂടാതെ പിശാചുക്കൾ ആകാശത്തുനിന്ന് ചില വാർത്തകൾ കട്ടുകേൾക്കുവാൻ ശ്രമിച്ചിരുന്നുവെന്നും ശക്തമായ പാറാവും അഗ്നിജ്വാലയും മുഖേന ആ ഏർപ്പാട് നിശ്ശേഷം തടയപ്പെട്ടിരിക്കുന്നുവെന്നും ഈ സൂറത്തിലും മറ്റും പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ അല്ലാഹു നബിമാർക്ക് നൽകുന്ന വഹിയിൽ നിന്ന് വല്ലതും മനസ്സിലാക്കുവാനോ അതിനെ സമീപിക്കുവാനോ പിശാചുക്കൾക്കൊരിക്കലും മുമ്പും പിന്നീടും സാധ്യമല്ലെന്നും പിശാചുക്കൾ കട്ടുകേട്ടിരുന്നത് വഹിയിൻ്റെ ഇനത്തിലോ ദൈവിക രഹസ്യങ്ങളിലോ ഉൾപ്പെട്ട കാര്യങ്ങളായിരുന്നില്ലെന്നും നബിവചനങ്ങളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതുപോലെ ഭൂമിയിൽ സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങൾ മലക്കുകൾ തമ്മിൽ സംസാരിക്കുന്നത് മാത്രമായിരുന്നു അവർക്ക് കട്ടുകേൾക്കുവാൻ കഴിഞ്ഞിരുന്നതെന്നും ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ജിന്നുവർഗത്തെയും ആകാശത്തുനിന്ന് പിശാചുക്കൾ കട്ടുകേൾക്കാറുണ്ടായിരുന്നതിനെയും നിഷേധിക്കുന്നവർ 27-ാം വചനം തങ്ങളുടെ നിഷേധത്തെ ന്യായീകരിക്കുന്നതായി അവകാശപ്പെടാറുണ്ട്. പിശാചുക്കൾക്ക് ദൈവിക രഹസ്യങ്ങൾ കട്ടുകേൾക്കുവാൻ കഴിയുകയില്ലെന്നതിന് വ്യക്തമായ ദൃഷ്ടാന്തമാണ് വഹിയിൻ്റെ മുമ്പിലും പിമ്പിലും കാവൽ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞത് എന്ന് അവർ പറയുന്നു. ദൈവിക രഹസ്യങ്ങൾ പിശാചുക്കൾ കട്ടുകേട്ടിരുന്നതായി മുസ്ലിങ്ങൾ ആരും കരുതുന്നില്ല. ബുദ്ധിയുള്ളവർ ആരും അങ്ങനെ കരുതുന്നതുമല്ല. മലക്കുകളുടെ ചില സംസാരങ്ങളാണ് പിശാചുക്കൾ കട്ടുകേട്ടിരുന്നതെന്നത്രേ അവർ പറയുന്നത്. ഇത് നബിവചനത്തെ ആസ്പദമാക്കിയാണു താനും. സൂറത്തു ഹിജ്റിനു ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പ് നോക്കുക. പക്ഷേ തങ്ങൾക്ക് ഖണ്ഡിക്കുവാൻ ഒരെളുപ്പമാർഗമെന്ന നിലയ്ക്ക് ദൈവിക രഹസ്യങ്ങൾ കട്ടുകേൾക്കുക എന്ന പ്രയോഗം ഇവർ കൽപ്പിച്ചുകൂട്ടി സ്വയം സൃഷ്ടിച്ചതാണ്. ഈ പ്രയോഗം സമ്മതിച്ചു കൊടുത്താൽ തന്നെയും ഈ വചനം യഥാർത്ഥത്തിൽ കട്ടുകേൾവിയെ നിഷേധിക്കുവാനല്ല, സ്ഥാപിക്കുവാനാണ് തെളിവായിത്തീരുക. കാരണം പിശാചുക്കളുടെ
കട്ടുകേൾവിയെപ്പോലെയുള്ള ഏതെങ്കിലും സംഗതികൾ വഴി വഹിയിൻ്റെ ഭദ്രതയിലും വിശ്വാസ്യതയിലും സംശയിക്കപ്പെടുവാൻ ഏതെങ്കിലും മാർഗമുള്ളതുകൊണ്ടാണല്ലോ വഹിയിനെ മുമ്പിലൂടെയും പിമ്പിലൂടെയും കാവൽ ഏർപ്പെടുത്തി ഭദ്രമാക്കുന്നത്. അത്തരം സംഗതികളൊന്നും സംശയിക്കുവാനില്ലാത്ത പക്ഷം പിന്നെ എന്തിനാണ് ഇങ്ങനെ ശക്തമായ കാവൽ ഏർപ്പെടുത്തുന്നത് എന്ന് ചോദിക്കപ്പെടാമല്ലോ.